ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാധിക മഹാറാണി കണ്ണീരൊലിപ്പിക്കാൻ അവളായാലും മതി. പ്രിയങ്ക വരുൺ ഇറക്കി വിട്ട പ്രിയങ്കയുടെ രാധികയുടെ ശല്യം ഒന്നിച്ചു തീരും. ഒന്നിച്ചല്ലേ രണ്ടും ഇറങ്ങൂ. മോള് വിഷമിക്കാതെ എഴുന്നേറ്റിരിക്കെ. അച്ഛന്റെ അമ്മയുടെയും ദേഷ്യമൊക്കെ മുത്തശ്ശി പറഞ്ഞു മാറ്റിക്കൊള്ളാം. എന്നിട്ടിനി അവളെ ഇല്ലാതാക്കാൻ നീ ഒന്നും ചെയ്യുകയും വേണ്ട. അവളെ എന്താ ചെയ്യണ്ടെന്ന് മുത്തശ്ശിക്ക് അറിയാം. മുത്തശ്ശി എന്റെ മുന്നിൽ നിന്ന് പോവോ? എനിക്ക് ഇത്തിരി മനസ്സമാധാനം താ. ഞാൻ ഇവിടെ നിന്ന് കിടന്നോട്ടെ. ഇതെന്താടി നീ ഇങ്ങനെ സംസാരിക്കുമേ? ഇത്രയും കാലം എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന എന്നോടാണോ ഇത് പറയുന്നത്? അസലായി. അച്ഛനും അമ്മയോടും തോന്നിയ ദേഷ്യമൊക്കെ മുത്തശ്ശിയോട് തീർക്കുകയാണോ? എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്നും അല്ല ദേഷ്യം, മുത്തശ്ശിയോട് തന്നെ ദേഷ്യം. ഒന്ന് എന്റെ മുന്നിൽ നിന്ന് പോവോ? ദേ, എല്ലാം കൂടി കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് എന്തെങ്കിലും മനംമാറ്റം തോന്നുകയാണെങ്കിൽ അത് വേണ്ട മോളെ. നിന്റെ ജീവിതം ചുട്ടരിക്കാൻ അവൾക്ക് അനുമതി കൊടുക്കുന്നത് പോലെ ആയിരിക്കും അത്. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവർ രണ്ടുപേരും പണം ആവശ്യപ്പെട്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സഹായമാണെങ്കിൽ അത് ചെയ്തോളാൻ ഞാനും അവളോട് പറഞ്ഞു. കുഞ്ഞുനാളില് അവൾ എത്രയോ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. അവളെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അച്ഛനും അമ്മയും വരുമ്പോ അവള് പറയില്ലേ ചേച്ചി ചെയ്തെന്ന്? പഠിക്കാനുള്ള പുസ്തകം കയറി വെച്ചിട്ട് എനിക്കെതിരെ വിരൽ ചൂണ്ടില്ലേ? അതുപോലെ ഒരു തവണ കൂടി അവൾക്ക് മാപ്പ് കൊടുത്തൂടെ? അച്ഛ, പ്രിയങ്ക മിക്കവാറും ഇപ്പൊ വരും. എന്താ അച്ഛന്റെ തീരുമാനം? പ്രിയങ്ക ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യത്തില് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്ക് അറിഞ്ഞേ പറ്റൂ. കോടതി കുറ്റക്കാരി അല്ലാന്ന് പറഞ്ഞല്ലേ പ്രിയങ്കയെ വിട്ടത്. പിന്നെ നമ്മളെങ്ങനെ കുറ്റം ചാർത്തും? എന്റെ അച്ഛ, രാധിക കോടതിയിൽ പോയില്ലായിരുന്നെങ്കിലോ ഇപ്പൊ പ്രിയങ്കയുടെ സ്ഥാനം എവിടെയായിരിക്കും? കൂടപ്പറപ്പുകൾ പോവില്ലടാ. അതും അങ്ങനെ ഒരു കുടുംബത്തിൽ പിറന്ന രണ്ട് പെൺകുട്ടികൾ തമ്മിൽ അത്രയും സ്നേഹം ഉണ്ടാവുമ്പോ. അമ്മയെ സ്നേഹിച്ചോട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ പ്രിയങ്ക ഇനി കണിമംഗലത്ത് വേണ്ട. അവള് വരികയാണെങ്കിൽ വരട്ടെ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യത്തിൽ ഞാൻ വരുണ്ടോ ഒപ്പം മുത്തശ്ശി? ഒരു കൊലപാതകത്തിന് ശ്രമം നടത്തിയ ഒരു പെണ്ണിന്റെ കൂടെ എന്ത് ധൈര്യത്തിലേക്കും ജീവിക്കാൻ? കൂടെ ഉറങ്ങുന്ന പെണ്ണിന് വിശ്വസ്തതയില്ലെങ്കിൽ എന്താ അനുഭവം എന്ന് നേരിട്ടറിഞ്ഞാണ് ഞാൻ. സൂര്യ, എന്നെ കൊള്ളിച്ചോണ്ട് ഓരോന്ന് പറയരുത്. പ്രിയങ്ക തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം പറ. മതി, നേരിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ദേവനാരായണൻ തിരുമേനി വരും, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കും. പറയാനുള്ളതൊക്കെ അപ്പ പറഞ്ഞാ മതി. പ്രിയങ്ക ചെയ്ത തെറ്റോ ശരിയോ അതും പറഞ്ഞ് തർക്കിച്ച് ഇവിടെ ഇനി ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ പലപ്പോഴും പ്രിയങ്ക ആയിട്ട് നിർത്തുമ്പോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്, അവളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരം വിട്ടുവീഴ്ചകളൊന്നും എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. അമ്മ അവനെ ഒന്ന് പോയി പറഞ്ഞ് മനസ്സിലാക്ക്.
വേണ്ടെന്ന് ഒറ്റവാക്കി പറയാൻ എളുപ്പമാ. അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അവൻ ആലോചിക്കാതെ പറയുന്നത്. അച്ഛാ, ഇത് അവസരം കിട്ടിയപ്പോ മുതലെടുക്കാണെന്ന് കരുതരുത്. പണ്ട് ഇവിടുന്ന് പെണ്ണ് കാണാൻ അവിടെ ചെന്ന് കാല് കുത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ ബന്ധം വരുണിന് ചേരില്ല, നമുക്ക് തിരിച്ചു പോവാന്ന്. ഹ, അന്ന് പിന്നെ പെൺകുട്ടിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാനായിരുന്നു ഇവിടെ എല്ലാവർക്കും താല്പര്യം. ഒരർത്ഥത്തില് അതിനുള്ള കൂലിയാ ഇപ്പൊ കിട്ടുന്നത്. ഇങ്ങനൊരു ഗുണമുണ്ട്. എത്ര മോശം അവസ്ഥയിലും അവർക്ക് മുതലെടുക്കാനുള്ളത് അവര് മുതലെടുത്തിരിക്കും. ചെറിയമേ, ഇപ്പോഴത്തെ കണ്ടീഷനിലെ പ്രിയങ്ക എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൽപ്പനയും ചെറിയമ്മയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും അവരാരും വിശ്വസിക്കില്ല, സമ്മതിക്കേയില്ല. പക്ഷേ കാലാകാലത്തേക്ക് അവളുടെ വാ മൂടിയിരിക്കുമല്ലോ. അതുകൊണ്ട് അവൾ ഈ പടി കടന്നു വരാതിരിക്കുന്ന നമുക്ക് നല്ലത്. എന്നാ പിന്നെ വരുൺ അവിടെ വെച്ച് സംസാരിച്ചപ്പോ നിനക്കങ്ങ് കൂടെ നിൽക്കായിരുന്നില്ലേ? ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആ ദേവനാരായണൻ തിരുമേനി ഒന്ന് കരഞ്ഞിട്ട് വന്ന് പറഞ്ഞ ഇതൊക്കെ അങ്ങ് തീരും. പോരാത്തതിന് അവളുടെ ചേച്ചിയില്ലേ, ആ രാധിക മഹാറാണി, കണ്ണീരൊലിപ്പിക്കാൻ അവളായാലും മതി. പ്രിയങ്ക വരുൺ ഇറക്കി വിട്ട പ്രിയങ്കയുടെ രാധികയുടെ ശല്യം ഒന്നിച്ചു തീരും. ഒന്നിച്ചല്ലേ രണ്ടും ഇറങ്ങൂ. ഭഗവാനെ, പ്രിയങ്കയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എല്ലാവർക്കും അവളോട് ക്ഷമിക്കാൻ തോന്നണേ. അവളെ അങ്ങ് കാത്തോളണേ.